1201 കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് ചതയം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് ഞാൻ നടത്തുന്നത്. ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നിങ്ങളുടെ വീട്ടിൽ നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ ബന്ധുക്കളും കൂടി വരികയും ഒത്തുചേരുകയും നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തീർച്ചയായിട്ടും നല്ല ഒരു ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. പ്രതീക്ഷിച്ചതിന് കൂടുതൽ ഗുണങ്ങൾ ലഭിക്കേണ്ട സാധ്യതയുണ്ട്. ഏതെങ്കിലും കാരണത്താൽ ചതയ നക്ഷത്രക്കാരുടെ ആരുടെയെങ്കിലും മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്താൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രോഗശാന്തി ലഭിച്ച് സുഖം ലഭിക്കുന്നതാണ്. മനസ്സുഖവും ശരീരസുഖവും ഒക്കെ അവർക്ക് ലഭിക്കുന്നതാണ്. സ്വർണമോ വജ്രമോ വെള്ളിയോ ആഭരണമായോ അല്ലെങ്കിൽ ധനം, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഈ മാസം കാണുന്നുണ്ട്. അത് ലഭ്യമായേക്കാം. അതുപോലെ പൊതുവെ മനസ്സമാധാനം ഈ മാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുന്ന വാർത്തകളും നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ എല്ലിൻ്റെയോ ഞരമ്പിൻ്റെയോ ഒക്കെ മൂലമുള്ള അസുഖത്താൽ കഷ്ടപ്പെടുന്നവർക്ക്, അതായത് എല്ല് അസുഖങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കാലിൽ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള വാതരോഗങ്ങളോ ഒക്കെ കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ മാസം അവർക്ക് ഈ മാസം മുതൽ സൗഖ്യം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വയറിൻ്റെ അസുഖത്താൽ ദഹന സംബന്ധമായ പ്രശ്നത്താലോ മറ്റും കഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായിട്ടും അതെല്ലാം ഈ മാസം മുതൽ മാറുന്നതാണ്. സുഖം ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ല ചികിത്സ അവർക്ക് ലഭിക്കാം ഈ മാസം. പൊതുവേ അതുപോലെ വാദത്തിൻ്റെ ഇതും അതുപോലെ തന്നെയാണ്. അവർക്ക് നല്ല ചികിത്സ ലഭിക്കാം. അതായത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ഒരു ചികിത്സ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കാം. അതുപോലെ ജോലിക്ക് പ്രവേശിക്കുവാൻ എല്ലാ കടമ്പകളും, അതായത് കൂടിക്കാഴ്ചകളും എല്ലാം കഴിഞ്ഞ് നിങ്ങൾ നിയമന ഉത്തരവിനെ കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഈ മാസം അവർക്ക് ലഭിക്കുന്നതാണ്. അവർക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്നതാണ്. അതുപോലെ വക്കീലായോ മറ്റോ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നു. ചതയ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും ശാസ്ത്രമേഖല കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഗുണപരമായ ഫലങ്ങൾ ലഭിക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങളും പദവിയും പ്രശസ്തിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അന്യദേശത്തേക്ക് യാത്ര പോകേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരാം. അതുമൂലം നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കാം. പൊതുവേ ഗുണകരമായ ഫലങ്ങൾ ധാരാളം ആണ് പ്രവചനത്തിൽ കാണുന്നതെങ്കിലും അതുപോലെ തന്നെ ചില ഗ്രഹങ്ങളുടെ മോശം രാശിയിൽ കൂടിയുള്ള സഞ്ചാരങ്ങളും മോശഫലങ്ങളും ലഭ്യമാകാം. ഏഴര ശനിക്കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശനി ഭഗവാനെ വേണ്ടുന്ന രീതിയിൽ പൂജ കഴിച്ച് അദ്ദേഹത്തിൻ്റെ പ്രീതി വരുത്തുക. അശ്രദ്ധ കാണിച്ചാൽ ധാരാളമായി ധനനഷ്ടം വരേണ്ട സാധ്യത കാണുന്നു. ആരോഗ്യ പ്രശ്നങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ അശ്രദ്ധ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. ഒടിച്ചിൽ, ചതച്ചിൽ, വീഴ്ചയൊക്കെ ഉണ്ടാകാം. ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകാം. അതെല്ലാം ശ്രദ്ധിക്കുക. ചില ചികിത്സാ സഹായങ്ങൾ തേടേണ്ടതായിട്ട് വന്നേക്കാം. ചില കാര്യങ്ങൾക്ക് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി അവിടെ ചികിത്സ തേടേണ്ടതായി വന്നുള്ള സാഹചര്യങ്ങളുമുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അഗ്നിബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തീപിടുത്തം ഉണ്ടാകാം. വളരെയധികം ശ്രദ്ധിക്കുക. അന്യഭാഷാ ദേശത്തേക്ക് യാത്ര ചെയ്യേണ്ട സാധ്യത കാണുന്നുണ്ട്. അവിടെ തങ്ങേണ്ടതായിട്ടും ഒക്കെ വരേണ്ട സാധ്യതയും കാണുന്നുണ്ട്. ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒത്തുചേരുമ്പോൾ നിങ്ങൾ അവരോട് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒന്നും നിങ്ങൾ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷഫലങ്ങൾ ലഭിക്കും. മക്കളോടും ഇടയോടും കലഹമുണ്ടാക്കാതെ വേണം നോക്കാൻ. ദേഹോദ്രവം ഏൽക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ മാനഹാനി ഒഴിവാക്കുക, അല്ലെങ്കിൽ വലിയൊരു മാനഹാനി വരേണ്ട സാധ്യത ഒഴിവാക്കുക. നാൽക്കാലികളിൽ നിന്നുള്ള വരുമാനം കുറയേണ്ട ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാം. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദശാസന്ധി കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ ദശാസന്ധിയോ അല്ലെങ്കിൽ ഗ്രഹപാർച്ചയാണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാം. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങൾ ജാതകം പരിശോധിച്ചാൽ
അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പൂജകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയ പൂജകളൊക്കെ ചെയ്യുക. ജാതകവിധി ദോഷങ്ങളൊക്കെ പരിഹാരമാകും. അതുപോലെ നിങ്ങൾക്ക് മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ പൂജയിലോ എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.